السلام عليكم ورحمة الله وبركاته. إن الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسارعوا إلى مغفرة من ربكم وجنة أرضها السماوات والأرض وعدت للمتقين. ബഹുമാന്യനായ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള സംഘടനാ സാരഥികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, റമദാനിൻ്റെ അവസാന 10ലേക്ക് നാം പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നിട്ട ദിനരാത്രങ്ങളിൽ ഏറ്റവും സമ്പന്നമായ ഒരു ദിവസമായി എനിക്കും നിങ്ങൾക്കും ഇന്നത്തെ ഈ ദിവസം ബോധ്യപ്പെടേണ്ടതുണ്ട്. നമ്മുടെ യുവജന വിഭാഗം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് റമദാനിൽ ഇത്തരത്തിലൊരു മുഴുദിന പഠന വേദി സംഘടിപ്പിച്ചിട്ടുള്ളത്. ആളുകളുടെയൊക്കെ ജീവിത രീതി തന്നെ സമ്പൂർണ്ണമായി മാറിയ ഒരു പശ്ചാത്തലത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു പഠന വേദിയോ എന്ന് ചിലരെങ്കിലും അത്ഭുതത്തോടെയും ആശ്ചര്യത്തോടെയും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അത് സാധ്യമാകുമെന്ന് പല ജില്ലകളിലെയും യുവജനങ്ങളും മുതിർന്നവരും തെളിയിച്ചു കഴിഞ്ഞതാണ്. ഇന്ന് പലരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി വാഹനങ്ങൾ ഏർപ്പെടുത്തി നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ട് ഒരു നിലയ്ക്ക് നിങ്ങൾ വരാതിരിക്കരുത് എന്ന് നിർബന്ധിച്ചു വന്ന കുറേ ആളുകളെങ്കിലും ഈ സദസ്സിലുണ്ടാകും. വൈകുന്നേരം നോമ്പ് തുറയോടടുത്ത സമയത്ത് ഈ ഓഡിറ്റോറിയം ലക്ഷ്യമാക്കി വരുന്നവരും ഉണ്ടാകും. ആളുകളൊക്കെ പലവിധ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ജീവിക്കുന്നവരാണല്ലോ. എന്തായാലും ഇന്നത്തെ ഈ പകല് നമുക്ക് നഷ്ടമാകില്ല. ഇവിടെ കുറഞ്ഞ സമയങ്ങളിലാണെങ്കിലും കാമ്പുള്ള കാതലുള്ള കുറേ വർത്തമാനങ്ങൾ നിങ്ങൾ കേട്ടു. ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്ന ഈ ലോകം ഒട്ടുമിക്ക ആളുകളും 99% ആളുകളും അവനവനെക്കുറിച്ചും അവനവൻ്റെ വളരെ ചെറിയ ഒരു വൃത്തത്തെക്കുറിച്ചും മാത്രം ആലോചിക്കുന്നവരാണ്. ആലങ്കാരികമായി നമുക്കൊരു പക്ഷേ സംസാരിക്കാൻ കഴിഞ്ഞേക്കാം. ഞാൻ അങ്ങനെയല്ല. സാമൂഹ്യമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നിടത്തൊക്കെ ഞാൻ മുൻനിരയിലുണ്ടാവാറുണ്ട്. എൻ്റെ കഴിവനുസരിച്ച് സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ ഞാൻ പങ്കുവഹിക്കാറുണ്ടെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും അവനവനിലേക്ക് ചുരുങ്ങുകയാണ്. ആ ചുരുക്കം എന്ന് പറയുന്നത് ഭൗതികതയുടെ വിഷയത്തിൽ മാത്രമാണ്. വിശാലമായ പാരത്രിക ലോകത്തെ ആലോചിച്ചുകൊണ്ട് ആരെങ്കിലും അവനവനിലേക്കും അവൻ്റെ കുടുംബത്തിലേക്കും ഒരു ചെറിയ വൃത്തത്തിലേക്കും ചുരുങ്ങിയിരുന്നെങ്കിൽ നമുക്കത് സന്തോഷം നൽകുമായിരുന്നു. എല്ലാ ദിവസവും കട തുറക്കാറുള്ള, ഒരു ഞായറാഴ്ച പോലും അവധിയെടുക്കാത്തൊരു സുഹൃത്തിനോട് മാസങ്ങൾക്ക് മുമ്പേ അല്ലെങ്കിൽ കഴിഞ്ഞ മാസം നടന്ന സമ്മേളനത്തിന് ഒരു 4 ദിവസം നീ കടയടച്ചു വരണം എന്ന് ഒരു പ്രദേശത്തൊരു പ്രോഗ്രാമിന് പോയപ്പോൾ സ്നേഹപൂർവ്വം ആവശ്യപ്പെട്ടു. അപ്പം അദ്ദേഹം പറഞ്ഞത്, കട 4 ദിവസം അടച്ചിട്ടാൽ മാഷേ 4 ദിവസത്തെ കച്ചവടമല്ല പോവുക. ഒരു പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ടുള്ള എൻ്റെ ഒരു ദീർഘകാലം പല ക്ലയൻസിനെയും എനിക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 4 ദിവസമൊന്നും കടയടയ്ക്കാൻ നിങ്ങൾ പറയരുത്. ഈ അടുത്ത് നോമ്പിൻ്റെ ആദ്യ 10 ആ പ്രദേശത്ത് ഒരു മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച തസ്കിയത്ത് ക്യാമ്പിന് ചെന്നപ്പോൾ അവിടുത്തെ ഒരു സുഹൃത്ത് പറഞ്ഞു, അദ്ദേഹം ഒരു സർജറി കഴിഞ്ഞ് 45 ദിവസം വിശ്രമത്തിലാണ്. ഞാൻ വെറുതെ
തമാശയായിട്ട് ചോദിച്ചു അദ്ദേഹത്തോട്. അദ്ദേഹം അത് ഉൾക്കൊള്ളും കേട്ടോ. ഇപ്പൊ 45 ദിവസം കടയടയ്ക്കേണ്ടി വന്നില്ലേ? അദ്ദേഹത്തെ കാണാൻ പോയിട്ടാ. എങ്ങനെയാണ് നിങ്ങളുടെ ക്ലയൻസ് പ്രതികരിക്കുക? അപ്പൊ അദ്ദേഹം ചിരിച്ചു. ആ ചിരിയിലെല്ലാം ഉണ്ട്. നമ്മളിൽ ഒരു വലിയ ശതമാനം ആളുകൾ അങ്ങനെയാ. ഒരു ദിവസം ഒരു ക്ലാസ്സിന് വരണം, ഒരു സംഘടനാ യോഗത്തിന് വരണം. കൗമാരക്കാരായ നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ള ഒരു 3 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു പ്രോഗ്രാമുണ്ട്, നിങ്ങൾ വരണം, നിങ്ങളെ മക്കളെ പറഞ്ഞയക്കണം. പല രക്ഷിതാക്കളും അതൊക്കെ പുച്ഛത്തോടെയും ലാഘവത്തോടെയും കാണുന്നു. അതിൻ്റെ പ്രതിഫലനങ്ങളാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള പല സെഷനുകളിൽ പലരുടെയും വർത്തമാനങ്ങളിൽ, പ്രത്യേകിച്ച് സൈനബ ടീച്ചറുടെ നാവുകളിലൂടെ നമ്മൾ കേട്ടത്. നമ്മുടെയൊക്കെ കലാലയങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം കൗമാരക്കാരെയും യുവാക്കളെയും ഒക്കെ പഠിപ്പിക്കുകയും ദീർഘകാലം അധ്യാപകരും സ്ഥാപന മേധാവികളുമൊക്കെയായി അനുഭവ സമ്പത്തുള്ള പല ആളുകളും ഈ സദസ്സിലുണ്ട്. മണ്ണാർക്കാട് ടൗണിൽ നെല്ലിപ്പുഴയിൽ ഈ കഴിഞ്ഞയാഴ്ചയിൽ +1-ൻ്റെയോ +2-ൻ്റെയോ പരീക്ഷ അവസാനിക്കുന്ന ദിവസം, അന്ന് ഉത്തരേന്ത്യയിലെ ഒരു ഉത്സവം കൂടിയുണ്ട്, ഹോളി. ഒരു സംഘം കൗമാരക്കാര് നെല്ലിപ്പുഴ പാലത്തിലൂടെ ഓടുന്നു. ഒരു 10-30 ചെറുപ്പക്കാരുണ്ട്. അവരുടെയൊക്കെ ശരീരത്തിൽ വ്യത്യസ്ത വർണ്ണങ്ങൾ പൂശിയിട്ടുണ്ട്. പലരും പ്ലാസ്റ്റിക് കവറുകളിലും ബോട്ടിലുകളിലുമൊക്കെ ചായങ്ങൾ നിറച്ച സാധനവുമായിട്ടാണ് പുറകെ ഓടുന്നത്. അവസാനം അത് കയ്യാങ്കളിയിലേക്ക് എത്തുന്നു. കയ്യാങ്കളി പിരിക്കാൻ അവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇടപെടുന്നു. വൈകാതെ പോലീസ് സ്ഥലത്തെത്തുന്നു. നമ്മളിങ്ങനെ നോക്കുന്നു. റമദാനിലെ ഒരു നല്ല പകലിൽ ആ കൂടിയ ചെറുപ്പക്കാരിൽ 99.9% ആളുകളും ഇസ്ലാമിൻ്റെ പേരുള്ള എൻ്റെയും നിങ്ങളുടെയും ഒക്കെ കുടുംബത്തിൽ നിന്നുള്ള മക്കളാണ്. എന്താ പരിഹാരം? പ്രത്യേകിച്ച് പരിഹാരമൊന്നുമില്ല. അവൻ ചോദിക്കുന്ന പണം കൊടുത്ത് അവൻ ആവശ്യപ്പെടുന്ന കോഴ്സിന്, അവൻ താല്പര്യപ്പെടുന്ന സ്ഥാപനത്തിന് ഏറ്റവും വേഗത്തിൽ അഡ്മിഷൻ മേടിച്ചു കൊടുത്ത് അങ്ങനെ സൗകര്യങ്ങൾ ചെയ്യുക അല്ല. അതിനപ്പുറം എനിക്ക് നിങ്ങൾക്കുമൊക്കെ ചിലത് ചെയ്യാനാവും. അത് ചെയ്യാൻ ഞാനും നിങ്ങളുമൊക്കെ മനസ്സ് കണ്ടുണ്ടാക്കണം. അതിനുവേണ്ടി നമ്മൾ പണം ചെലവഴിക്കാൻ തയ്യാറാവണം. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ സമയം ചെലവഴിക്കാൻ തയ്യാറാവണം. അല്ലെങ്കിൽ നമ്മളിൽ പലരും വിരൽ കടിക്കേണ്ടി വരും, വന്നുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ റമദാനിൽ ഒരു ജമാഅത്ത് നമസ്കാരത്തിന് പോലും, ഒരു ഫർള് നമസ്കാരത്തിന് പോലും പള്ളിയിലേക്ക് കാലെടുത്ത് വെക്കാത്ത ചെറുപ്പക്കാരെ നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ നമുക്ക് കാണാം. അവർ നോമ്പെടുക്കുന്നില്ല എന്ന് നമ്മൾ പറയുന്നില്ല. അവർ നോമ്പെടുക്കുന്നുണ്ടാവും. ഒരുപക്ഷെ അവർ വീടുകൾ നമസ്കരിക്കുന്നുണ്ടാവും. സംഘം ചേർന്നുള്ള നമസ്കാരവും ദീനിന്റെ സദസ്സുകളുമൊക്കെ പലർക്കും അലർജിയാണ്. അതൊക്കെ പഴഞ്ചനായി ചിലരെങ്കിലും നോക്കിക്കാണുന്നു. ആ മക്കളെയാണ് ചേർത്ത് നിർത്താൻ നമ്മുടെ യുവജന വിഭാഗം സമയമെടുത്ത് അധ്വാനിച്ച് ഒരുപാട് എഫർട്ട് എടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ജില്ലയിൽ നമ്മളൊരു സംഗമം വിളിച്ചു കൂട്ടിയാൽ ഇതിൻ്റെ ഒരു 20 മടങ്ങ് പ്രവർത്തകരെ നമുക്ക് സംഘടിപ്പിക്കാനാവും. ഈ കൂടിയതിൻ്റെ ഒരു 20 മടങ്ങ് പ്രവർത്തകരെ ഒരു പൊതുസമ്മേളന വേദിയിലേക്ക്, മൈതാനത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്കാവും. നമുക്ക് പ്രവർത്തകരുണ്ട്, വീടുകളുണ്ട്, ഈ ആദർശത്തോട് താല്പര്യമുള്ള ആളുകളുണ്ട്. പക്ഷേ റമദാനിൻ്റെ ഒരു പകലിൽ നിങ്ങൾ പൂർണ്ണമായിട്ടിരിക്കണം. മഹല്ലുകളിലൂടെ നടന്ന് യൂണിറ്റുകൾ, വീടുകൾ കയറിയിറങ്ങി ഫോണിൽ ബന്ധപ്പെട്ടൊക്കെയാണ് നമ്മൾ ക്ഷണിച്ചത്. എന്താ വിമുഖത കാണിക്കുന്നത്? രക്ഷിതാവിന് പോരാൻ താല്പര്യമുണ്ടെങ്കിൽ മക്കൾക്ക് താല്പര്യമില്ല. മക്കളാണ് താല്പര്യപ്പെടുന്നതെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് രക്ഷിതാക്കൾ മാറി നിൽക്കുന്നു. കുറുക്കുവഴികളൊന്നും എൻ്റെയും നിങ്ങളുടെയും കുടുംബങ്ങളിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവാൻ ഒരു കുറുക്കുവഴിയുമില്ല. ചിലയിടങ്ങളിലൊക്കെ പ്രവർത്തകർ അഭിമുഖീകരിക്കാൻ ക്ലാസ്സുകൾക്കും ക്യാമ്പുകൾക്കുമൊക്കെ പോകുമ്പോൾ പരിചയമുള്ള മുതിർന്ന അംഗങ്ങൾ പറയും, ഒന്ന് ഊന്നി പറയണം കേട്ടോ, ഇങ്ങനെ പറയണം, അങ്ങനെ പറയണം. ചെറുപ്പക്കാരിയൊന്നും കിട്ടുന്നില്ല, ഒരു കുറുക്കുവഴിയുമില്ല. മക്കളൊക്കെ അവനവൻ്റെ കൈപിടിച്ച് നേരത്തെ സൂചിപ്പിച്ചല്ലോ, 7 വയസ്സ് കൂടെ കിടക്കുന്ന, നമസ്കരിക്കാൻ നമ്മൾ ബോധ്യപ്പെടുത്തുന്ന, ഓർമ്മപ്പെടുത്തുന്ന ആ പ്രായം തൊട്ട് നമ്മൾ കൂടെ കൊണ്ടു നടക്കണം. കൊണ്ടു നടന്ന് പിതാവിനെയും മാതാവിനെയും ആദരിക്കുന്ന, മുതിർന്നവരോട് ബഹുമാനം കാണിക്കുന്ന, മതത്തോടും മതത്തിൻ്റെ ചിഹ്നങ്ങളോടും ഒക്കെ താല്പര്യമുള്ള മക്കളായി അവരെ വളർത്തിക്കൊണ്ടുവരണം. ആ പെൺകുട്ടിയുടെ ശിരോവസ്ത്രം അവരുടെ മാറിടത്തിലേക്ക് തന്നെ താഴ്ന്നു കിടക്കും. മറ്റാരോ പ്രസംഗിച്ചതുപോലെ
അവർ ശരീരത്തിന് ചില ഭാഗം ഇങ്ങനെ ഫലത്തിന്റെ കഷ്ണം പോലെ അല്ലെ, പഴക്കഷ്ണം പോലെ കാണിക്കില്ല, പ്രത്യേകിച്ച് പറയേണ്ടി വരില്ല. അവർ ഭംഗിയായി വസ്ത്രം ധരിക്കും. അവർ കൃത്രിമ ചായങ്ങൾ ചുണ്ടിൽ തേച്ചുകൊണ്ട് ആരെയെങ്കിലും കാണിക്കാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടില്ല. ആ അർത്ഥത്തിൽ മക്കളെ ചേർത്ത് നിർത്തണമെങ്കിൽ അതിന് ദീനിന്റെ വേദികൾ വേണം. മതത്തിന്റെ പേരിൽ പരലോകം പ്രതീക്ഷിച്ചുകൊണ്ട് പണിയെടുക്കുന്ന കൂട്ടായ്മകളിൽ എൻ്റെയും നിങ്ങളുടെയും മക്കളെ നമ്മൾ അംഗങ്ങളാക്കണം. അങ്ങനെ അവർ ജീവിച്ചാൽ. ഈ അടുത്ത ദിവസം പുളിക്കലിനടുത്ത് ഒരു സഹോദരൻ മരണപ്പെട്ടു. ആ സഹോദരന്റെ പ്രത്യേകത എന്തായിരുന്നു? വിശുദ്ധ ഖുർആനുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരു സുഹൃത്തായിരുന്നു. 4 ദിവസം നടന്ന കരിപ്പൂർ സമ്മേളനത്തിൽ മുഴുസമയ വോളണ്ടിയർ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ചിത്രം എന്ന് പറയുന്നത് 3ാം ക്ലാസ്സുകാരനായ മോനെയും കുട്ടി മഞ്ചേരിയിൽ നിന്ന് കരിപ്പൂരിലേക്ക് കാൽനടയായി സംഘടിപ്പിച്ച ഒരു യാത്രയിൽ ആ ഉപ്പയും മോനും ഉണ്ടായിരുന്നു. എന്തു വേണം കൂടുതൽ? 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനെ അനാഥനാക്കി ആ ഉപ്പ തിരിച്ചു പോയപ്പോ ആ പ്രദേശത്തുള്ള ആളുകളുടെയൊക്കെ കണ്ണു നിറഞ്ഞു. അദ്ദേഹത്തിന്റെ ജനാസ സംസ്കരണത്തിൽ പങ്കെടുത്ത സംഘടനയുടെ ഭാരവാഹികളും പ്രവർത്തകരും പറഞ്ഞത് വല്ലാത്ത ഒരു മയ്യത്ത് നമസ്കാരമായിരുന്നു അതെന്ന. ഖുർആനെ നെഞ്ചിനോട് ചേർത്ത് വെച്ച് ഖുർആനിന്റെ വ്യാപനത്തിനും നിലനിൽപ്പിനും വേണ്ടി ആദർശ പ്രബോധന രംഗത്ത് എല്ലാ അർത്ഥത്തിലും പങ്കാളിയായ ഒരു സഹോദരൻ ജീവിതത്തിന്റെ നിറമുള്ള കാലത്ത് യൗവനത്തിന്റെ തുടിപ്പിൽ ജീവിക്കുമ്പോഴാണ് തിരിച്ചു പോകേണ്ടി വന്നത്. പോകുമ്പോ അദ്ദേഹം ഏൽപ്പിച്ചു പോയ മക്കളെ കുറിച്ച് സംശയിക്കേണ്ടതില്ല. ആ മക്കളും അങ്ങനെയാ വളർന്നു വരിക. ഞാൻ സൂചിപ്പിച്ചത് ചെറുപ്രായം തൊട്ട് മക്കളെ ചേർത്ത് നിർത്താനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് ഉപയോഗപ്പെടുത്തുന്നിടത്ത് നമുക്കൊക്കെ പലർക്കും വീഴ്ച സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ടോ ഒരു പരിധി കഴിയുമ്പോൾ നമ്മളൊക്കെ പ്രയാസപ്പെട്ടുകൊണ്ട് പലരെയും സമീപിക്കുന്നു. എൻ്റെ നാട്ടില് സംഘടനാ ബന്ധുവായ ഒരു കൗൺസിലർ ഉണ്ട്. ഒരുപാട് അനുഭവങ്ങളുടെ ഒരു ചെറുപ്പക്കാരനാ. അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ തന്നെ ആഴത്തിലുള്ള അനുഭവമുള്ള മനുഷ്യനാ. അദ്ദേഹത്തിന് അടുത്ത് വരുന്ന ചില കേസുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തതിന് ശേഷം ആ കുടുംബവുമായി ബന്ധപ്പെട്ട് ആ ചെറുപ്പക്കാരുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങൾ പങ്കുവെക്കാറുണ്ട്. നമുക്ക് അതിശയം തോന്നിപ്പോകും. മുസ്ലിം വീടുകളിലാണോ വിശുദ്ധ ഖുർആനും പ്രവാചക അധ്യാപനങ്ങളും ഒക്കെ കേൾക്കാനും പഠിക്കാനും സാഹചര്യമുള്ള ഒരു കാലത്തും ലോകത്തുമാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അതുകൊണ്ട് ഇത്തരത്തിലുള്ള വേദികൾ ഇനി നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഇതൊരു തുടക്കമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത റമദാനിൽ ഇതിന്റെ 10 മടങ്ങ് ആളുകൾ പങ്കെടുക്കുന്ന വിശാലമായ ഓഡിറ്റോറിയത്തിൽ ആയിരങ്ങളെ സാക്ഷി നിർത്തി നമുക്ക് വിശുദ്ധ ഖുർആനെക്കുറിച്ചും ഇസ്ലാമിന്റെ ആദർശത്തെക്കുറിച്ചും നമ്മുടെ കുടുംബ ചുറ്റുപാടുകളെ കുറിച്ചുമൊക്കെ ആഴത്തിൽ പഠിക്കുന്നതിനും പങ്കുവെക്കുന്നതിനുമുള്ള അവസരം ഉണ്ടാവണം. ആരാണ് മുന്നിൽ നിൽക്കേണ്ടത്? നമ്മൾ മുന്നിൽ നിൽക്കണം. ഞാൻ സമയം കണ്ടെത്തണം, നിങ്ങൾ സമയം കണ്ടെത്തണം. എൻ്റെയും നിങ്ങളുടെയും ഇണകളെയും മക്കളെയും ഒക്കെ ദീനുമായി ചേർത്ത് നിർത്തണം. എന്തൊക്കെ പരിമിതികളുണ്ടെങ്കിലും എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും അത്തരം കുടുംബങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാനാവാത്തതാ. എൻ്റെയൊക്കെ നാട്ടിൽ ധാരാളം കുടുംബങ്ങൾ അങ്ങനെയുണ്ട്. 5 നേരം പള്ളിയിൽ പോകുന്ന മാതാപിതാക്കള്, നമസ്കാരകാരികൾ, ചിട്ടയുള്ളവര്, ദീനീ വിഷയങ്ങളിൽ തൽപരരായ രക്ഷിതാക്കളുടെ മക്കള്. ആ കുടുംബങ്ങളിൽ വലിയ സമ്പത്ത് വേണ്ട, വലിയ വിഭവങ്ങൾ വേണ്ട, വലിയ സൗകര്യങ്ങൾ വേണ്ട. പക്ഷേ അവരനുഭവിക്കുന്ന ആനന്ദം എന്ന് പറയുന്നത് വളരെ വലുതാ. അത് എല്ലാ ഇസ്ലാഹി വീടുകളിലേക്കും ഈ ദീനിന്റെ ആളുകളായി അറിയപ്പെടുന്ന മുഴുവൻ കുടുംബങ്ങളിലേക്കും എത്തണം എന്ന് നമ്മൾ താല്പര്യപ്പെടുന്നത് കൊണ്ടാണ് സുഹൃത്തുക്കളോടും സഹോദരങ്ങളോടും ബന്ധുക്കളോടും പരിചയക്കാരോടും ഒക്കെ നിങ്ങൾ അള്ളാഹുവിന്റെ പാശം മുറുകെ പിടിക്കുകയും അതിന്റെ പ്രചാരണത്തിനും നിലനിൽപ്പിനും വേണ്ടി നിങ്ങൾക്കാവുന്നത് ചെയ്യണം. എല്ലാ അർത്ഥത്തിലും സമ്പത്ത് കൊണ്ട് നിർവഹിക്കണം. നമ്മൾ വലിയൊരു സമ്മേളനം നടത്തിയവരാ. ഏകദേശം 6 കോടിയോളം രൂപ ഈ നിസ്സാരക്കാരായ നമ്മുടെയൊക്കെ പോക്കറ്റിൽ നിന്ന് വിയർപ്പിന്റെ പങ്ക് സമാഹരിച്ച നമ്മൾ സമ്മേളനം നടത്തിയത്. അതിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളും അനുബന്ധ കാര്യങ്ങളും അതിനുവേണ്ടി നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു ചെറിയ ബോക്സ് വെച്ചിരുന്നു. ആ ബോക്സ് ഇപ്പോഴും നമ്മുടെ വീടുകളിലുണ്ട്. എൻ്റെ മുമ്പിലിരിക്കുന്ന മഹാഭൂരിപക്ഷം ആളുകളും ആദർശ ബന്ധുക്കളും പ്രവർത്തകരുമായതുകൊണ്ട് ആ ബോക്സ് എൻ്റെയും നിങ്ങളുടെയും വീടുകളിൽ നമ്മുടെ മരണശേഷവും നിലനിൽക്കണം. എന്നിട്ട് എൻ്റെയും നിങ്ങളുടെയും വിയർപ്പിന്റെ ഒരു പങ്ക് ഒരു ദിവസം ഒരു 10 രൂപ ആ ബോക്സിൽ നമ്മൾ നിക്ഷേപിക്കണം. സംഘടനയുടെയും ആദർശ പ്രബോധനത്തിന്റെയും വിശുദ്ധ ഖുർആനിന്റെ വ്യാപനത്തിനും വേണ്ടി നാം ചെലവഴിക്കുന്ന
നമ്മുടെ അടിസ്ഥാന ഫണ്ടായി അത് മാറണം. അതിന് നമ്മളൊരു പേര് കൊടുത്തിരുന്നു, സെനാബിൽ. ആ ഫണ്ടിന് വേണ്ടി പുതുതായി ഒരു സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട്. ആ സ്റ്റിക്കറിന്റെ പുറത്ത് എന്താ പ്രിന്റ് ചെയ്തിട്ടുള്ളതെന്നറിയോ? നിങ്ങൾ ചെലവഴിച്ചതാണ് നിങ്ങളുടെ സമ്പത്ത്, നിങ്ങൾ ദാനം നൽകിയതാണ് നിങ്ങളുടെ സ്വത്ത്, നിങ്ങൾ ബാക്കിയാക്കിയെന്ന് നിങ്ങളുടെ അനന്തരവന്മാരുടെ സ്വത്താ. ഞാൻ നിങ്ങളുമൊക്കെ അനന്തരവന്മാർക്ക് വേണ്ടി ജീവിക്കുന്നവരാ. 10 രൂപ ചോദിച്ചാൽ 5 രൂപ കൊടുക്കുന്നവർ, 1000 കൊടുക്കാൻ കഴിയുമ്പോൾ 100 വേണ്ടി തർക്കിക്കുന്നവർ. വേണ്ട, നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കുക. നമ്മുടെ സമ്പത്ത്, നമ്മുടെ വിഭവങ്ങൾ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹീത സ്വർഗം ലഭിക്കുന്നതിന് നിമിത്തമാവണമെങ്കിൽ ആദർശം നെഞ്ചേറ്റിക്കൊണ്ട് നമുക്ക് കിട്ടിയ അവസരങ്ങൾ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ മുന്നോട്ട് പോകണം. അങ്ങനെ ഒരു കൂട്ടായ്മ നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ സജീവമായാൽ കാലവും ലോകവും നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന വെല്ലുവിളികളെ മറികടക്കാൻ നമുക്ക് കരുത്തുണ്ടാകും. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുഖത്താണ് നമ്മളുള്ളത്. കേരളത്തിൽ സ്ഥാനാർത്ഥികൾ ഇങ്ങനെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരെ പോലെ നിയമിച്ചു കഴിഞ്ഞു. ഇന്ന് 5 മണിയോടുകൂടി ഇന്ത്യ മഹാരാജ്യം നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് ബോധമുള്ള എത്ര കുടുംബാംഗങ്ങൾ എൻ്റെ ഈ നിങ്ങളുടെയൊക്കെ വീടുകളിലുണ്ട്? ഞാൻ ചോദിച്ചിട്ടുണ്ട് എൻ്റെ നാട്ടിലുള്ള ചെറുപ്പക്കാരോട്, വട്ടമിരിഞ്ഞ് വർത്തമാനം പറയുന്നവരോട്, ലാഘവത്തോടെ പറഞ്ഞു, ആര് ജയിച്ചാലെന്താ? ആരും ജയിക്കില്ല അല്ലേ? കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. ഇവിടെ മാത്രമല്ല, ഫലസ്തീനിൽ 40,000 ആളുകളില്ല. കഴിഞ്ഞ റമദാനിൽ നോമ്പ് നോറ്റവർ, തറാവീഹ് നമസ്കരിച്ചവർ. ഭയപ്പെടണം നമ്മൾ. അതുകൊണ്ട് എന്ത് വേണം? നല്ല ബോധ്യമുള്ള ഒരു സമൂഹമായിട്ട് നമ്മൾ വളരണം. അതിന് ഇത്തരം ഒത്തുചേരലുകൾ ഏറെ ഫലം ചെയ്യും. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ച ആയത്തിന്റെ ആശയം പറയേണ്ടതില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ നാം ധൃതിപ്പെട്ട് മുന്നേറുക, എപ്പോൾ വേണമെങ്കിലും തിരിച്ചു പോകാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ISM സംഘടിപ്പിച്ച ശ്രദ്ധേയമായ ഈ സംഗമത്തിന്റെ സമാപന സെഷൻ അള്ളാഹുവിന്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.